എൻ്റെ പേര് നിർമ്മൽ. ഞാൻ എറണാകുളം നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഡിസംബറിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് 4 കാര്യങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ സാധിച്ചു കിട്ടിയിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ പയ്യെ ഒന്ന് ഉഴപ്പി തുടങ്ങി. അധികം പ്രാർത്ഥന ചെല്ലാണ്ടായി. എനിക്ക് പകരം എൻ്റെ അമ്മച്ചിയായിരുന്നു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് രാവിലെ. ഞാൻ ഉറക്കം തൂങ്ങിയൊക്കെ നിൽക്കും, പക്ഷെ അതൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അധികം. അതിനുശേഷം ഞാൻ ആ ഇടയ്ക്കാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്, കാനഡയ്ക്ക് സ്റ്റഡി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. അങ്ങനെ സ്റ്റഡി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് റിജക്ഷൻ വന്നു. അതെന്തായാലും കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. റിജക്ഷൻ വന്നു. പിന്നീട് ഞാൻ വേറൊരു കാറ്റഗറിയിൽ വെച്ച് അതിൽ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ കടം വാങ്ങിച്ച് കൂടുതൽ ഫണ്ടൊക്കെ കാണിച്ചാണ് അപ്ലൈ ചെയ്തത്. അതും കിട്ടുമെന്ന് വിചാരിച്ച് 2 ദിവസത്തിനുള്ള അതിനും റിജക്ഷൻ വന്നു. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കാൻ നേരത്താണ് അമ്മച്ചി പറഞ്ഞത്, നീ ഒന്ന് പോയി ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും. അങ്ങനെ ഞാൻ ജൂലൈയിൽ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം വെച്ചത് വിസയുടെ കാര്യമായിരുന്നു. പിന്നെ 3-4 കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പിന്നീടുള്ള ഉടമ്പടി കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി പാലിച്ചു. സീരിയസ് ആയിട്ട് എടുത്തു ഉടമ്പടി. ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കാണുകയും അച്ഛൻ്റെ ധ്യാനം കൂടുകയും എല്ലാം ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ പത്രം 1 കെട്ട് വാങ്ങിക്കേണ്ടടുത്ത് 2 കെട്ട്. ഇതെല്ലാം എനിക്ക് കിട്ടിയത് ആ സാക്ഷ്യങ്ങൾ കണ്ടത് വഴിയാണ്. അതിൽ നമുക്ക് മനസ്സിലാവും ഓരോരുത്തരും എങ്ങനെയാണ് ഉടമ്പടിയോടെ നീതി പുലർത്തിയേക്കണതെന്ന്. 1 കെട്ട് വാങ്ങിക്കേണ്ടടുത്ത് ഞാൻ 2 കെട്ട് പത്രം വാങ്ങിച്ചു തുടങ്ങി. ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ജപമാല ചൊല്ലാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ അടുത്തുള്ള വീടുകളിലെ വയസ്സായ വ്യക്തികളെ ചെന്ന് കാണുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പുലർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത്, അച്ഛനെ ഒന്ന് കാണണം, എന്നാലേ നിനക്ക് എന്താണ് ഇതിൻ്റെ റീസൺ എന്നറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ വന്നു ഇവിടെ, പക്ഷെ അച്ഛനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മച്ചി ചോദിച്ച്, എന്താണ് നിനക്ക് മാത്രം അച്ഛനെ കാണാൻ പറ്റാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛനെ കാണാനുള്ള അവസരം മാതാവ് എന്നെ ഉണ്ടാക്കിത്തരും. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി പുതുക്കാനായിട്ട് കുറച്ച് നേരത്തെ വന്ന്. അപ്പോൾ ഇവിടെ സമ്മതിച്ചില്ല പുതുക്കാനായിട്ട്. 90 ദിവസം ആയിട്ടില്ല, ഇപ്പോൾ പുതുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ ഇരിക്കാൻ നേരത്താണ് എനിക്ക് അച്ഛനെ കാണാൻ അവസരം ലഭിച്ചത്. അച്ഛനെ കാണാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അച്ഛന് കൊടുത്തു. അച്ഛൻ ആ ഡോക്യുമെൻറ്റ്സ് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ്, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ധൈര്യമായി. എന്തായാലും മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവ് ഈശോനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവിനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നും നോക്കാനില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഉടമ്പടി മുന്നോട്ട് തന്നെ നീങ്ങി. ഞാൻ ഇവിടുത്തെ ജപമാല റാലി പങ്കെടുത്തു. എൻ്റെ അമ്മയ്ക്ക് വാദത്തിൻ്റെ അസുഖമുള്ളതാണ്. അമ്മ പോലും ആ റാലി കംപ്ലീറ്റ് ചെയ്ത്. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതൊരു അത്ഭുതം തന്നെയാണ്. അതിനുശേഷം ഞാൻ വിസയ്ക്ക് ഫയൽ ചെയ്യാൻ നേരത്ത് ഉടമ്പടി കാശ് രൂപം എടുത്ത് എൻ്റെ ലാപ്ടോപ്പിൽ വെച്ച് എൻ്റെ SOPയിലെ ഓരോ വരികളും ആ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തത്. അങ്ങനെ വിസയ്ക്ക് വെച്ചു. പിന്നീട് ഞാൻ നവംബർ 12-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അന്നേ ദിവസമായിട്ടും ഒരു ഡിസിഷനും ഒന്നും വന്നിട്ടില്ല. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഒരു കാര്യം പോലും സാധിച്ചിട്ടില്ല ഇപ്രാവശ്യത്തെ ഉടമ്പടിയിൽ, എന്തെങ്കിലും ഒന്ന് സാധിച്ചു തരണം, എന്തായാലും സാധിച്ചു തരണമെന്ന് പറഞ്ഞ് മുട്ടിപ്പായി പ്രാർത്ഥിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് വെളി വന്ന്, നിൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് എനിക്ക് വെളി വന്ന്. അപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആ പാസ്പോർട്ട് ഞാൻ അയച്ച് സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അതിൽ എഴുതിയേക്കണ ഇഷ്യൂ ഡേറ്റ്, ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ ആ സെയിം ഡേറ്റ് നവംബർ 12-ാം തീയതി. അത് വളരെയധികം ഷോക്കായിപ്പോയി ഞാൻ അത് കണ്ടപ്പോൾ. ഇഷ്യൂ ഡേറ്റും ഞാനിവിടെ വന്ന് പുതുക്കിയ ഡേറ്റും സെയിം നവംബർ 12-ാം തീയതി തന്നെയാണ്. ഇതെല്ലാം എൻ്റെ യോഗ്യതകൾ വഴിയല്ല, മാതാവിൻ്റെയും ഈശോയുടെയും കൃപയാൽ മാത്രമാണ് ഇത് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് പിന്നെ പറയാനുള്ളത്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാദർ അസുഖമായിട്ടിരിപ്പുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ കാനഡയിൽ പോയിട്ട് ലോണൊക്കെ എടുത്താണ് പോയേക്കണത്. ഇത്രയും വർഷമായിട്ട് PR ആയിട്ടില്ല, അവന് വേണ്ടിയും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാത്തിനും നന്ദി.